അങ്ങനെയാണെങ്കിൽ ദളിതർക്കും പിന്നോക്കക്കാർക്കും അക്ഷരവും അറിവും ലഭിക്കരുതെന്ന ചാതുർവർണ്ണ നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ കെ രാധാകൃഷ്ണൻ KSTS സ്റ്റേഡിയം പരിസരത്തേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകരുൾപ്പെടെ ഏവരും വിദ്യാഭ്യാസ പ്രവർത്തക സാവിത്രി ദേവി ഫുലനെ മാതൃകയാക്കണമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTS സ്റ്റേഡിയം പരിസരത്തേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രാധാകൃഷ്ണൻ. നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നു. അങ്ങനെ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നതിന് അക്ഷരവും അറിവും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് കണക്കാക്കുന്നവരാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആശയം. അതിവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഭവിച്ചു. ഞാൻ വിശാന്തിക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ടവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത് ഘട്ടം. എന്നാൽ അവസരം കിട്ടിയ ആദ്യ സന്ദർഭത്തിൽ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാര നിയമത്തെക്കുറിച്ചെല്ലാം നമ്മളെപ്പോഴും പറയുന്നു. എല്ലാ പാവപ്പെട്ടവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് 1957 അധികാരത്തിൽ വന്ന VMS നേതൃത്വമുള്ള ഗവൺമെൻറ് വിദ്യാഭ്യാസ പരിഷ്കാര നിയമം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് മഹാഭൂരിപക്ഷത്തിനും പഠിക്കാനുള്ള, അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 1987 അധികാരത്തിൽ വന്ന നായനാരുടെ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചു. സ്വന്തം പേരും എഴുതാനോ വായിക്കാനോ അറിയാത്ത ആളുകൾ ജീവനക്കാരുടെ സേവന വേതന വർധനവ് കാലോചിതമായി പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനായി സമരത്തിനിറങ്ങുന്നതും തെറ്റല്ല. എന്നാൽ കേരളത്തിലെ നവോത്ഥാന സമര ചരിത്രം വേതന വർധനവിന് വേണ്ടിയായിരുന്നില്ല. അയ്യങ്കാളി ഉൾപ്പെടെ എല്ലാവരും വിദ്യാഭ്യാസ ആവശ്യത്തിനായി നടത്തിയ സമരമാണ് ലോകത്തിന് തന്നെ മാതൃകയായത്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന നയം നടപ്പിലാക്കിയതും സാക്ഷരത നടപ്പിലാക്കിയതും തുടർ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയതും ഇടത് സർക്കാരുകളാണ്. സ്കൂൾ തുറന്ന് ഏറെ കാലം കഴിഞ്ഞിട്ടും പാഠപുസ്തകം ലഭിക്കാത്ത കാലത്തിൽ നിന്നും പുസ്തകവും ഭക്ഷണവും ഉറപ്പാക്കിയത് ഇടത് സർക്കാരാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം നടപ്പിലാക്കിയ നേട്ടങ്ങൾ ഇല്ലാതാക്കാനായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുവദിക്കേണ്ട കോടികൾ കേന്ദ്രം തരാതിരിക്കുകയാണ്. കേരളത്തിലെ വർഗീയതയെ പടിക്ക് പുറത്തു നിർത്തിയത് പുരോഗമന ആശയ പ്രചരണം നടക്കുന്നതിനാലാണ്. ഏതു വഴിക്കും വർഗീയതയുടെ വിത്ത് പാകുകയെന്ന ലക്ഷ്യത്തോടെയാണ് യൂണിവേഴ്സിറ്റികളിൽ കാവ്യവൽക്കരണം നടക്കുന്നത്. ഇതിനെയെല്ലാം ചെറുക്കാൻ അധ്യാപകരുൾപ്പെടെ രംഗത്തിറങ്ങണം. അധ്യാപക ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് അധ്യാപകർ പങ്കെടുത്തു. KSTA ജില്ലാ പ്രസിഡന്റ് അജിത് AM അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS മിജ, ജില്ലാ സെക്രട്ടറി K അജില, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MR മഹേഷ് കുമാർ, K പ്രസാദ്, L ഉമാമഹേശ്വരി, പ്രദീപ് G എന്നിവർ സംസാരിച്ചു.